എന്താണ്? അമിത്ഷാ പറഞ്ഞ വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് അല്ലാഹുവിന് ഇനാമായി അല്ലെങ്കിൽ സമ്മാനമായി സമർപ്പിക്കുന്നത് അത് റിലീജിയസ് പർപ്പസ് ആണ്, റിലീജിയസ് പരിധിയിൽ മതപരമായ വിഷയമാണ്. പക്ഷെ ആ സ്വത്തുക്കളുടെ ഭരണനിർവഹണം നടത്തുന്നത് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലും മതപരമായ കാര്യമല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഡിസ്റ്റിങ്ഷനാണ്, ഒരു വിഭജനമാണ്. എന്താണ്? വഖഫ് മതപരമാണ്, പക്ഷേ വഖഫിന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ബോർഡ് മതപരമല്ല. എത്ര വിചിത്രവും പ്രാകൃതവുമായിട്ടുള്ള വാദങ്ങൾ, യുക്തിരഹിതമായിട്ടുള്ള വാദമാണ് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡും ദേവസ്വവും തമ്മിലുള്ള വ്യത്യാസം നിർവചിക്കാമോ? ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മതപരവും ദേവസ്വം ബോർഡ് മതപരമല്ലാത്ത കാര്യമാണ് എന്ന് ഗവൺമെന്റിന് അഭിപ്രായം പറയാൻ കഴിയുമോ? കേന്ദ്രമന്ത്രിക്ക് പറയാൻ ഒരു അക്ഷരം കിട്ടിയില്ല. ഞങ്ങൾ ചോദിച്ചതാണ്, രണ്ട് ഘട്ടത്തിലും ചോദിച്ചതാണ്. അവതരണ വേളയിലും ചർച്ചാ വേളയിലും ഞങ്ങൾ ചോദിച്ചതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പെട്ട ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഹൈന്ദവ മതത്തിൽ നിന്നും വ്യത്യസ്തമായ അല്ലെങ്കിൽ ഹൈന്ദവേതര വിഭാഗത്തിൽപ്പെട്ടവരെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമായിട്ടുള്ള തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഷേധം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാനത് ഈ സമ്മേളനത്തിൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നു, മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞു, ഇതൊരു ഇൻസൾട്ടാണ്. ഒരു സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ്, ആക്ഷേപിക്കുകയാണ്. മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസി അവൻ സ്വമേധയാ നൽകുന്ന വഖഫ് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മതവിശ്വാസത്തിൽപ്പെട്ടവരല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ വികാരത്തെ, ഒരു സമുദായത്തിന്റെ സ്വത്വബോധത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം ലക്ഷ്യം വളരെ വ്യക്തമാണ്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്, BJP ലക്ഷ്യം വെക്കുന്നത്, RSSന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കുക, നിലനിർത്തുന്നതായിട്ടുള്ളത് തന്നെയാണ്. ആ മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ശാക്തീകരണത്തിനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ തന്ത്രത്തിന്റെയും നയത്തിന്റെയും ഭാഗമായിട്ടാണ് 2024 കൊണ്ടുവന്ന് 2025 നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വഖഫ് ബോർഡിനെയും വിശ്വാസത്തെ പോലും അപ്രസക്തമാക്കുന്ന നിലയിലേക്കുള്ള ഈ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിയമനിർമ്മാണം ഇപ്പോൾ തന്നെ 16ഓളം ഹർജികൾ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനകം തന്നെ 16ഓളം ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്രയും നഗ്നമായിട്ടുള്ള ഒരു നിയമ ലംഘനം ഒരു സംശയമുണ്ട്. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു മതപരമായ ധ്രുവീകരണവും സ്പർദ്ധയും പകയും വിദ്വേഷവും മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കവും നടക്കുന്നു. ഗവൺമെന്റ് പറയണം, ഈ നിലവിലുള്ള വഖഫ് നിയമ ഭേദഗതിയിലൂടെ എങ്ങനെയാണ് മുനമ്പത്തെ ടെനൻസ് ആയിട്ടുള്ള അവിടെ താമസിക്കുന്ന 600-അധികം വരുന്ന പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ആനുകൂല്യം നൽകുന്നത് എന്നുകൂടി BJP വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.